ഓം നമശ്ചണ്ഡികായൈ നമസ്തേ. ശ്രീമദ് ദേവീ കവചസ്തോത്രം അക്ഷരസ്ഫുടതയോടുകൂടി അർത്ഥം മനസ്സിലാക്കി എങ്ങനെ ജപിക്കാൻ പഠിക്കാം എന്ന ഈ പാഠ്യ പദ്ധതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിനിയോഗം വരെയാണ് നമ്മൾ കണ്ടത്. പല പുസ്തകങ്ങളിലും വിനിയോഗം കഴിഞ്ഞതിന് ശേഷം ഹ്രാം ഇത്യാദി ഷഡംഗന്യാസ എന്ന് കാണാം. അതിനർത്ഥം ഹ്രാം തുടങ്ങിയ ബീജാക്ഷരങ്ങളെ ശരീരത്തിലെ 6 അംഗങ്ങളിൽ ഷഡംഗങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് കുറച്ചുകൂടി സങ്കീർണമായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ സമ്പൂർണമായ ജപവിധാനം, കരന്യാസം, അംഗന്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പോൾ അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകൾ ഒരുപാട് നീണ്ടുപോകും. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തതായി നോക്കേണ്ടത് ധ്യാനമാണ്. അപ്പോൾ ധ്യാനത്തിലേക്ക് ഞാൻ ആദ്യം ഒന്ന് ചൊല്ലാം. ധ്യാനം. സൗവർണാംബുജമധ്യഗാം തൃണയനാം സൗദാമിനീ സന്നിഭാം ശംഖം ചക്രവരാഭയഞ്ച ദധതീം ഇന്തോ കലാം ബിഭ്രതീം ഗ്രൈവേയാംഗദഹാരകുണ്ഡലധരാം ആഖണ്ഡലാദ്യൈ സ്തുതാം ധ്യായേദ്വിന്ധ്യനിവാസിനീം ശശിമുഖീം പാർശ്വസ്ഥ പഞ്ചാനനാം. ഇതില് ആദ്യത്തെ വരി നമുക്കൊന്ന് നോക്കാം. സൗവർണം, അവിടെ കഴിഞ്ഞിട്ട് നാ ദ്വിത്വമാക്കണം. സൗവർണാം. പിന്നെ സൗവർണാം ഭുജമധ്യകാം എന്ന് ചൊല്ലരുത്. അംബുജം, താമര. അപ്പൊ അത് മനസ്സിലാവാനായിട്ട് എന്ന് മുകളിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്: സൗവർണാംബുജ. അംബുജ എന്നുള്ളത് വരണം, അല്ലാതെ ഭുജം, സൗവർണാം ഭുജം എന്ന് വരരുത്. പിന്നെ മധ്യഗാം എന്നാണ്. ദ ധ. ഇത് പഴയ ലിപിയാണ്. പുതിയ ലിപിയിൽ മധ്യഗാം എന്ന് എഴുതിയത് കാണുള്ളൂ. അപ്പൊ പഴയതാണ് ശരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോ മധ്യഗാം എന്ന് ചൊല്ലണം. ധായൊക്കെ തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ടതാണ്. ദായും ധായുമാണ് അവിടെ. വെറും മധ്യഗാം എന്ന് ചൊല്ലിയിട്ട് കാര്യമില്ല. മദ്യം അറിയാലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. അപ്പോൾ മധ്യഗാം എന്ന് ചൊല്ലണം. അതിനുശേഷം തൃണയനാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മിക്കപ്പോഴും പല ആളുകൾക്കും സംശയം ഉണ്ടാവാറുണ്ട്. പല പുസ്തകങ്ങളിലും തൃനയനാം എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോ ഇത് ശരിക്കും ഉച്ചരിക്കേണ്ടത് തൃനയനാം എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് നാ മാറിയിട്ട് നകാരം വന്നു എന്ന് ചോദിച്ചാൽ, അവിടെ അവിടെ റീ അല്ലെങ്കിൽ രാ ഇങ്ങനെ ഒരു സംഗതി വരുന്നത് കൊണ്ട് തൃണയനാം എന്നാണ് സന്ധി, സംസ്കൃത സന്ധി നിയമം അനുസരിച്ചിട്ട് വരിക. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പ്രണവം, അത് പിരിക്കുമ്പോൾ പ്രണവം എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് നാ മാറിയിട്ട് നാ വന്ന് എന്ന് ചോദിച്ചാൽ റാ അല്ലെങ്കിൽ രാ പ്ര എന്ന് വന്നത് കൊണ്ടാണ് അവിടെ നാ മാറിയിട്ട് നാ വന്നത്. ഇപ്പൊ പ്രണവം എന്നാൽ പ്രകൃഷ്ടമായി, ശ്രേഷ്ഠമായി, എപ്പോഴും നവം, പുതിയതായിരിക്കുന്നത് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഓങ്കാരത്തിന്, പ്രണവത്തിന് മിക്ക മന്ത്രങ്ങളുടെയും ആദ്യം ചേർത്തുകൊണ്ട്, മുൻപിൽ ചേർത്തുകൊണ്ട് ചൊല്ലാറുള്ളത്. അപ്പൊ ഇതിലൊരു സംശയം വേണ്ട. തൃനയനാം എന്ന് തന്നെയാണ് ചൊല്ലേണ്ടത്. അതിന്റെ ഉദാഹരണമാണ് പ്രണവം. പിന്നെ സൗദാമിനി സന്നിഭാം. സൗദാമിനി എന്ന് മുറിച്ചിട്ട് സന്നിഭാം എന്ന് ചൊല്ലരുത്, രണ്ടും ഒരുമിച്ചിട്ടാണ് ചൊല്ലേണ്ടത്. സൗ എന്ന് വരണം. സൗദാമിനി സന്നിഭാം. ആ ഭായൊക്കെ ശ്രദ്ധിക്കണം. സന്നിഭാം എന്ന് നീട്ടേണ്ടതാണ്. അർത്ഥം സൗവർണം, അതായത് സ്വർണ്ണ നിറത്തിലുള്ള അംബുജ, താമരയിൽ, മധ്യഗാം എന്നാൽ അതിൻ്റെ നടുവിൽ ഇരിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന, തൃണയനാം 3 കണ്ണുകളോട് കൂടിയ, സൗദാമിനി
എന്നാൽ മിന്നൽ കൊടി പോലെ, സന്നിഭാം എന്നാൽ സദൃശമായി അല്ലെങ്കിൽ സദൃശമായി ശോഭിക്കുന്ന. ഇനി അടുത്ത വരി നോക്കാം. ശംഖം ചക്രവരാഭയഞ്ച ദധതീം ഇന്തോ കലാം ബിഭ്രതീം. ഇവിടെ ശംഖം, അവിടെ ശംഖം എന്ന് ഉച്ചരിക്കരുത്, ശംഖം എന്നാണ്. ഒരു അനുസ്വാരം ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ആ ഖകാരൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ സംഗീതം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ശംഖം. സംഗീതം എന്ന് പറയാറില്ല. അതുപോലെ തന്നെ പിന്നെ ചക്രം, വരദമുദ്ര, പിന്നെ അഭയമുദ്ര. അഭയം ച, അതാണ് ഞ്ച എന്നായി വന്നത്. സന്ധി വരുന്നത് കൊണ്ടാണ് അങ്ങനെ. ചക്രവരാഭയഞ്ച, അവിടെ ചക്രവരാഭയഞ്ച എന്ന് ചൊല്ലരുത്, അഭയമാണ്. അഭയമുദ്ര, വരദമുദ്രയും അഭയമുദ്രയും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദധതീം, ദധതീം. അപ്പൊ അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അതല്ലാതെ ദധതീം എന്ന് ഉച്ചരിച്ചിട്ട് കാര്യമില്ല. എന്നിവ ധരിച്ചിരിക്കുന്ന. പിന്നെ ഇന്തോ എന്നാണ്, അതായത് പിന്നെ ചന്ദ്രന്റെ ഇന്തോ കലാം, ചന്ദ്രക്കല അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. ബിഭ്രതീം, കിരീടത്തിൽ ചന്ദ്രക്കലയും അമ്മ ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്തോ എന്ന് ചൊല്ലുമ്പോ ആ എന്താ ശ്രദ്ധിക്കണം. അതുപോലെ വിസർഗം അതും അതുപോലെ ശ്രദ്ധിക്കുക. പിന്നെ ബിഭ്രതീം, ഭ അത് കറക്റ്റായിട്ട് ഉച്ചരിക്കണം. ബിഭ്രതീം എന്നാണ്. അടുത്ത വരി. ഗ്രൈവേയാംഗദഹാരകുണ്ടലധരാം ആഖണ്ഡലാദ്യൈ സ്തുതാം. ഇവിടെ ഗ്രൈവേയം, ഗ്രീവയിൽ അണിയുന്നത്, അതാണ് ഗ്രൈവേയം. കഴുത്തിൽ അണിയുന്നത്, നെക്ലേസ് പോലുള്ള, പതക്കം പോലുള്ള ഒരു ആഭരണം. ഗ്രൈവേയാംഗത എന്ന് ചൊല്ലരുത്, അംഗതമാണ്. ഗ്രൈവേയാംഗതം, അത് മനസ്സിലാക്കാനായിട്ടാണ് മുകളിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ അംഗതം തോൾവളകളാണ്. അംഗദഹാരം, പിന്നെ കുണ്ടലം, കാതുകളിൽ അണിയുന്ന ആ കമ്മല് പോലെയുള്ള കുണ്ടലങ്ങൾ. ധരാം, ധരിച്ചവൾ. അപ്പൊ കുണ്ടലം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഉച്ചരിക്കണം. കുണ്ടലമല്ല, കുണ്ഡലമല്ല, കുണ്ടലമാണ്. കുണ്ടലം, മണ്ഡലം എന്നൊക്കെ ഉച്ചരിക്കുന്ന അതേ ഉണ്ട്. ഗ്രൈവേയാംഗദഹാര കുണ്ടലധരാം. ഇവിടെ ഗ്രൈവേയാംഗത എന്നൊക്കെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അർത്ഥം പൂർണ്ണമായി മാറി. ഇങ്ങനെയൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഗത ധരിച്ചിരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളെ വകയായിട്ട് എക്സ്ട്രാ ചേർക്കരുത്. അതിനുശേഷം ആഖണ്ഡലാദ്യൈ എന്നാണ്. ആഖണ്ഡലൻ എന്നാൽ ദേവേന്ദ്രൻ. ആഖണ്ഡലാദ്യൈ, ആഖണ്ഡൻ ദേവേന്ദ്രൻ തുടങ്ങിയവരാൽ എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എന്ന് മുകളിൽ ചേർത്തിട്ടുണ്ട്, ആദ്യൈ എന്ന് ചേർക്കാനായിട്ട്, എന്ന് മനസ്സിലാക്കാനായിട്ട്. ആഖണ്ഡലാദ്യൈ സ്തുതാം, സ്തുതാം എന്നാണ്. സ്തുതിക്കപ്പെടുന്നവളും, ദേവേന്ദ്രൻ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെടുന്നവളും. അപ്പൊ അവിടെ ഒരു വിസർഗം വന്നിട്ടുണ്ട്. ആഖണ്ഡലാദ്യൈ സ്തുതാം. ആ തായൊക്കെ കറക്റ്റായിട്ട് ഉച്ചരിക്കുക. അതിനുശേഷം അവസാനത്തെ വരി. ധ്യായേത് വിന്ധ്യനിവാസിനീം എന്നാണ്. അതാണ് അവിടെ സന്ധി വന്നത് കൊണ്ട് ദ്വിന്ധ്യ എന്ന് വന്നത്. ധ്യാനിക്കണം, അതാണ് ധ്യായേത് വിന്ധ്യനിവാസിനീം. അപ്പൊ ഒരുമിച്ച് ചൊല്ലുമ്പോൾ ധ്യായേദ്വിന്ധ്യനിവാസിനീം. ആ ദ്വി ആയിട്ട് വരും അവിടെ. ധ്യായേദ്വിന്ധ്യ. അപ്പൊ വി എന്നുള്ളത് വിന്ധ്യയിലെ വി ചെറുതായിട്ടൊന്ന് കേൾക്കണം. ധ്യായേദ്വിന്ധ്യനിവാസിനീം. ധായൊക്കെ കറക്റ്റായിട്ട് ഉച്ചരിക്കുക. ധ്യായേതിന്റെ ധായും വിന്ധ്യ ന്ധ്യ അത് കറക്റ്റായിട്ട് ഉച്ചരിക്കണം. പിന്നെ ശശിമുഖീം, മുഖം ഖ കറക്റ്റായിട്ട് ഉച്ചരിക്കുക. പാർശ്വസ്ഥ, പാർശ്വ
പാർശ്വസ്ഥ എന്ന് ഉച്ചരിക്കരുത്, ശ്വ കറക്റ്റ് ആവണം. പാർശ്വസ്ഥ. പഞ്ചാനനമല്ല, പഞ്ചാനനമാണ്. 5 മുഖങ്ങളോട് കൂടിയത്. സിംഹത്തിന് അങ്ങനെ മറ്റൊരു പേരുണ്ട്, പഞ്ചാനനൻ എന്ന് ഒരു പര്യായമാണ്, സിംഹത്തിന്റെ പര്യായമാണത്. പാർശ്വസ്ഥ പഞ്ചാനനാം എന്ന് ചൊല്ലണം. അപ്പോൾ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ധ്യായേത് ധ്യാനിക്കണം, വിന്ധ്യനിവാസിനിയായ വിന്ധ്യാചല പർവ്വതത്തിൽ താമസിക്കുന്നവളായ, ശശിമുഖീം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ളവളും, പാർശ്വസ്ഥ എന്നാൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സിംഹത്തോടു കൂടിയവളായ ആ മഹാലക്ഷ്മിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ ഈ ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ചൊല്ലാം. സൗവർണാംബുജമധ്യഗാം തൃണയനാം സൗദാമിനീ സന്നിഭാം ശംഖം ചക്രവരാഭയഞ്ച ദധതീം ഇന്തോ കലാം ബിഭ്രതീം ഗ്രൈവേയാംഗദഹാരകുണ്ടലധരാം ആഖണ്ഡലാദ്യൈ സ്തുതാം ധ്യായേദ്വിന്ധ്യനിവാസിനീം ശശിമുഖീം പാർശ്വസ്ഥ പഞ്ചാനനാം. നാളെ മുതൽ നമുക്ക് സ്തോത്രത്തിലേക്ക് കടക്കാം, ദേവി കവച സ്തോത്രത്തിലേക്ക്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓം നമഃ ചണ്ഡികായൈ.